ഹലോ ഡിയേഴ്സ്, നോമ്പ് കാലം സമാഗതമാവുകയാണ്. നമ്മളൊക്കെ 11 മാസത്തിന് ശേഷം നമ്മുടെ ബോഡിയെ സർവീസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വ്രതാനുഷ്ഠാനം. നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത കാര്യങ്ങൾ, കൊഴുപ്പുകൾ, ചീത്ത കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ബോഡിയിൽ നിന്ന് ക്ലിയറായി ബോഡിയെ മൊത്തം ഒരു പ്യൂരിഫിക്കേഷൻ നടത്തുന്ന ഒരു സമയമാണ് ഈ വ്രതാനുഷ്ഠാന കാലം. പക്ഷേ പലപ്പോഴും നോമ്പ് കാലത്ത് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സൊക്കെ എത്രത്തോളം മായം ചേർത്തതാണെന്ന് നമുക്ക് ശരിക്കും ബോധ്യമുണ്ട്. വേറെ നിർവാഹമില്ല, നമ്മൾ ആ ഫ്രൂട്ട്സ് കഴിക്കുന്നു. ചില ആളുകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ ബോഡി ഒന്നുകൂടി സെറ്റ് ചെയ്യാനും അനാവശ്യമായിട്ട് നമ്മളുടെ ശരീരത്തിൽ കയറാൻ ചാൻസ് ഉള്ള കൊളസ്ട്രോൾ ആയാലും കൊഴുപ്പുകളായാലും ഈ ഫ്രൂട്ട്സുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തും ക്ലിയർ ചെയ്തുകൊണ്ട് ബോഡിയെ പ്യൂരിഫിക്കേഷൻ ചെയ്യാൻ ഇൻഡസ് വിവയുടെ സൂപ്പർ പ്രൊഡക്റ്റാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ഐ കോഫിയുടെ 2 ടൈപ്പാണ്. ഒന്ന് ഐ കോഫി ബ്ലാക്ക്, അതുപോലെ ഐ കോഫി ക്രീമർ. ഷുഗറുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഐ കോഫിയാണ്. അതുപോലെ ഷുഗർ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഐ കോഫി ക്രീമർ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ 50 സാഷ് ഒരു ബോക്സിലുണ്ടാകും. ഒരെണ്ണം പൊട്ടിച്ച് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി അതിൽ കലക്കി കുടിക്കുകയാണ് വേണ്ടത്. അത്താഴ സമയത്ത് ഒരു സാഷ് പൊട്ടിച്ച് കുടിക്കുക. നോമ്പ് തുറ കഴിഞ്ഞാൽ ഒരു സാഷ് പൊട്ടിച്ച് കഴിക്കുക. അത്താഴ സമയത്ത് നമ്മൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ഒരു സാഷ് പൊട്ടിച്ച് കഴിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നോമ്പ് മുറിച്ച ഉടനെ ഒരു സാഷ് പൊട്ടിച്ച് കുടിക്കുക. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത്. ഇത് ഇത്രത്തോളം ഈ നോമ്പ് കാലത്ത് നമ്മുടെ ബോഡിയെ പവർഫുള്ളും ഹെൽത്തിയും പ്യൂരിഫിക്കേഷനും നടത്തി നമ്മുടെ ബോഡിയെ സെറ്റാക്കി തരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് വേണ്ട. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ട്. ആവശ്യക്കാർ അവരുമായി കോൺടാക്റ്റ് ചെയ്ത് സാധനം കയ്യിൽ ഉറപ്പുവരുത്തുക. നോമ്പ് കാലത്ത് നിങ്ങളും ഫാമിലിയും ഉപയോഗിക്കുക. വേണമെങ്കിൽ ഒരു സാഷ് പൊട്ടിച്ച് ഫാമിലിക്ക് എല്ലാവർക്കും കൂടി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും നല്ലത് ഒരു സാഷ് ഒരു ഗ്ലാസ്സിൽ തന്നെ ഉപയോഗിക്കലാണ് ബെറ്റർ. ഓക്കെ, താങ്ക് യു.